മൂന്ന് പ്രധാന സ്റ്റോക്കുകളുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ്. ICICI സെക്യൂരിറ്റീസ് ഇന്ന് 7.5% ഇടിഞ്ഞു. ICICI സെക്യൂരിറ്റീസിൻ്റെ ഡീലിസ്റ്റിങ്ങിന് NCLTയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ICICI സെക്യൂരിറ്റീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് ഇന്ന് 7.5% ഇടിഞ്ഞത്. 25,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 13, ഡിവിഡൻഡ് ഈൽഡ് 3.7%, 52 വീക്ക് ഹൈ 882, 52 വീക്ക് ലോ 607. ICICI സെക്യൂരിറ്റീസിൻ്റെ ഡീലിസ്റ്റിംഗ് പ്ലാനിന് NCLTയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ ലഭിച്ചു. ICICI സെക്യൂരിറ്റീസ് എന്ന സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ICICI സെക്യൂരിറ്റീസിന് പകരം ICICI ബാങ്കിൻ്റെ സ്റ്റോക്കുകളായിരിക്കും ഈ ഡീലിസ്റ്റിംഗ് പൂർത്തിയാകുന്നതോടുകൂടി ലഭിക്കുക. ICICI സെക്യൂരിറ്റീസിൻ്റെ 100 ഷെയർ ഹോൾഡ് ചെയ്യുന്നവർക്ക് ICICI ബാങ്കിൻ്റെ 67 ഷെയറുകൾ ലഭിക്കുന്നതായിരിക്കും. ICICI സെക്യൂരിറ്റീസിൻ്റെ ഡീലിസ്റ്റിംഗ് പ്ലാനിന് അപ്രൂവൽ ലഭിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ICICI ബാങ്കിൻ്റെ പ്രൈസിനെ ആസ്പദമാക്കിയായിരിക്കും ഇനി ICICI സെക്യൂരിറ്റീസിൻ്റെ പ്രൈസിൽ മൂവ്മെൻറ്റ് വരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ 72% ഷെയർ ഹോൾഡറും ICICI സെക്യൂരിറ്റീസിൻ്റെ ഡീലിസ്റ്റിങ്ങിന് അപ്രൂവൽ നൽകുകയും ചെയ്തിട്ടുണ്ട്. ICICI സെക്യൂരിറ്റീസ് എന്ന സ്റ്റോക്ക് ഇപ്പോൾ 784 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ അതിൻ്റെ 52 വീക്ക് ലോയ്ക്ക് അടുത്ത പൊസിഷൻ എടുത്തവർക്ക് മികച്ച പ്രോഫിറ്റ് ഇപ്പോൾ നേടാവുന്നതാണ്. രണ്ടാമത്തെ അപ്ഡേറ്റ് ഫാർമ സെക്ടറിലെ ഡിവിസ് ലാബുമായി ബന്ധപ്പെട്ടത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഡിവിസ് ലാബ് 3.7% ഉയർന്ന് 4,898 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ഡിവിസ് ലാബ് മാത്രമല്ല എൻ്റയർ ഫാർമ സെക്ടർ ഔട്ട് പെർഫോം ചെയ്യുകയാണിപ്പോൾ. 22,587 എന്ന ലെവലിലേക്ക് ഫാർമ സെക്ടർ എത്തിക്കഴിഞ്ഞു. ഡിവിസ് ലാബ്, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്, ഗ്ലെൻമാർക്ക് ഫാർമ, സൈഡസ് ലൈഫ്, ICICI ലാബ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് 3 മുതൽ 4% റിട്ടേൺ നൽകുകയും ചെയ്തു. ഫാർമ സെക്ടറിൽ നിന്നും നമ്മൾക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു സ്റ്റോക്ക് ഡിവിസ് ലബോറട്ടറീസ് ആണ്. ഡിവിസ് ലാബ് ഇന്ന് 3.7% ഉയർന്ന് 4,898 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 21% വർദ്ധിച്ച് 386 കോടിയിൽ നിന്ന് 430 കോടിയിലേക്ക് ഉയരുകയും കൺസോളിഡേറ്റഡ് റവന്യൂ 19% വർദ്ധിച്ച് 1,778 കോടിയിൽ നിന്നും 2,118 കോടിയിലേക്ക് ഉയരുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പല ബ്രോക്കേജ് ഏജൻസികളും ഫാർമ സെക്ടറിലെ സ്റ്റോക്കുകളെ ഫോക്കസ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. 2025 ഫിനാൻഷ്യൽ ഇയറോടുകൂടി ഡിവിസ് ലാബ് 2.5 മുതൽ $3 മില്യൺ അതിൻ്റെ ക്യാപെക്സ് മെയിൻ്റനൻസ് ചെയ്യുന്നതിന് വേണ്ടി നീക്കി വെച്ചേക്കും. അതോടൊപ്പം തന്നെ ലോജിസ്റ്റിക്സ് ചലഞ്ചസ് പെർസിസ്റ്റ് ചെയ്യാനും ഫ്രൈറ്റ് കോസ്റ്റ് ഉയരാനും സാധ്യതയുള്ളതുകൊണ്ട് ബ്രോക്കേജ് ഏജൻസികൾ പറയുന്നത് ഡിവിസ് ലാബിൻ്റെ പ്രൈസ് എറോഷൻ അല്ലെങ്കിൽ പ്രൈസിലുണ്ടാകുന്ന കറക്ഷൻ തുടരാൻ സാധ്യതയുണ്ടെന്നാണ്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ റൗണ്ടിംഗ് ബോട്ടം രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞു. 4,500 സ്റ്റോക്കിൻ്റെ പ്രധാന സപ്പോർട്ടാണ്. 5,500 പ്രധാന റെസിസ്റ്റൻസ്. 5,000 എന്ന ലെവലിന് മുകളിൽ വരും ദിവസങ്ങളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 5,280, 5,500 തുടങ്ങിയ സോണുകളിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ അപ്ഡേറ്റ് വരുൺ ബിവറേജ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റോക്ക് ഇന്ന് 3.78% ഉയർന്ന് 1,548 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 1,702, 52 വീക്ക് ലോ 828. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്കാണ് വരുൺ ബിവറേജ് ലിമിറ്റഡ്. അതേസമയം കഴിഞ്ഞ 3 ദിവസമായി സ്റ്റോക്കിൻ്റെ ട്രെൻഡിൽ പൂർണ്ണമായ മാറ്റം വന്നു. ഇന്ന് സ്റ്റോക്ക് 3.78% ഉയർന്ന് 1,548 ക്ലോസിംഗ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വരുൺ ബിവറേജ് ലിമിറ്റഡിന് ബാങ്ക് ഓഫ് അമേരിക്ക ഉൾപ്പെടെയുള്ള ബ്രോക്കേജ് ഏജൻസികൾ ബൈ എന്ന റേറ്റിംഗും 1,840 രൂപയുടെ ടാർഗറ്റ് നൽകിയതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഇവിടെ കമ്പനിയുടെ ഇൻ്റർനാഷണൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നു. കമ്പനി ഫ്രാഞ്ചൈസി പ്രൊഡക്റ്റുകൾക്ക് പകരം കമ്പനിയുടെ തന്നെ ചില ഓൺ പ്രൊഡക്റ്റുകളും മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിംബാബ്വേയിൽ കമ്പനി പെപ്സിക്കോയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റും ആരംഭിക്കുന്നു. ഈ ഫാക്റ്റുകളെല്ലാം പരിശോധിച്ചാണ് ബ്രോക്കേജ് ഏജൻസികൾ സ്റ്റോക്കിന് ഹയർ സൈഡിലുള്ള ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. മോത്തിലാൽ ഒസ്വാൾ 1,900 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. 2023-26 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ റവന്യൂ 21%, എബിറ്റ 22%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 29% വളർച്ച കൈവരിച്ചേക്കും എന്നാണ് മോത്തിലാൽ ഒസ്വാളിൻ്റെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. CLSIയും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 1,977 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയിരിക്കുന്നത്. ടെക്നിക്കലി 1,580 രൂപയ്ക്ക് അടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. 1,580 റെസിസ്റ്റൻസ് സോണാണ്. 1,580 മുകളിൽ വരും ദിവസങ്ങളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ 1,680, 1,780 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയർന്നേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്